മാർച്ച് 1 രാജ്യത്താദ്യമായി കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം കേരളം. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാൻ ഡോക്ടർ ധർമ്മരാജ് അഡ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ. ബ്രിട്ടീഷ് രാജാവിന്റെ ബഹുമതിയായ നൈറ്റ്ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ വ്യവസായി സുനിൽ മിത്തൽ. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് സാമ്പൽപൂർ, ഒഡീഷ. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് രംഗ്പോ. 2023-24 വർഷത്തെ യുവേഫ വനിതാ നേഷൻ ലീഗ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് സ്പെയിൻ. ഉത്തേജക മരുന്ന് ഉപയോഗത്തെ തുടർന്ന് 4 വർഷം വിലക്കേർപ്പെടുത്തപ്പെട്ട ഫ്രാൻസിന്റെ ഫുട്ബോൾ താരം പോൾ പോഗ്ബ. മാർച്ച് 2 ഗർഭഛിദ്രം സ്ത്രീകളുടെ മൗലികാവകാശമാക്കാനൊരുങ്ങുന്ന യൂറോപ്യൻ രാജ്യം ഫ്രാൻസ്. അന്താരാഷ്ട്ര ഭൗതിക സ്വത്തവകാശ സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം 42. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചി. അടുത്തിടെ അന്തരിച്ച കാനഡയുടെ മുൻ പ്രധാനമന്ത്രി ബ്രയാൻ മൽറോണി. കിസ് യൂണിവേഴ്സിറ്റിയുടെ കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡിന് അർഹനായത് ബിൽ ഗേറ്റ്സ്. നാഷണൽ കൾച്ചറൽ സെന്റർ ഫോർ ഹ്യൂമാനിറ്റീസ് ഏർപ്പെടുത്തിയ പ്രഥമ ജവഹർലാൽ നെഹ്റു സമ്മാനിന് അർഹനായത് പ്രതാപൻ തായാട്ട്. കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി പെരിയാർ. ഇന്ത്യയുടെ ജാൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം മൗറീഷ്യസ്. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി ടോക്കിയോ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ 2022 കണക്കുകൾ പ്രകാരം രാജ്യത്തെ പുള്ളിപ്പുലികളുടെ എണ്ണം 13,874. മാർച്ച് 3 ലോക വന്യജീവി ദിനം. ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ജിയോ. വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനംവകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് ഹാരിയർ. അടുത്തിടെ ടിബറ്റൻ ആടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമാണ് ചൈന. സർക്കാർ രംഗത്തെ IT സംരംഭങ്ങൾക്കുള്ള 2024 ടെക്നോളജി സഭ അവാർഡിനർഹമായത് കൈറ്റ്. അടുത്തിടെ ശാസ്ത്രജ്ഞർ ഡാനിയോനെല്ല സെറിബം എന്ന കുഞ്ഞൻ മത്സ്യത്തെ കണ്ടെത്തിയ രാജ്യമാണ് മ്യാൻമർ. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ കീഴിൽ ഗുജറാത്തിലെ ജാംനഗറിൽ 3000 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന മൃഗപരിപാലന കേന്ദ്രമാണ് വനധാര. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം എത്ര വയസ്സ് കഴിഞ്ഞവർക്കാണ് തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്നത്? 85 വയസ്സാണ്. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധന നടത്തുന്നതിനായുള്ള ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ. WHO അന്താരാഷ്ട്ര ഭൗതിക സ്വത്തവകാശ സൂചിക 2024 ഒന്നാമതെത്തിയ രാജ്യമാണ് USA. മാർച്ച് 4 ദേശീയ സുരക്ഷിതത്വ ദിനം. പാകിസ്ഥാന്റെ 24ാം പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഷഹബാസ് ഷെരീഫ്. രാജ്യത്തെ ആദ്യ റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്ന നഗരം വാരാണസി. അർബുദബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന പദ്ധതി നീതി മെഡിക്കൽ സ്കീം. സംസ്ഥാനത്തെ ആദ്യ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചതെവിടെ? മറയൂർ. ഫോണിലും വാട്സപ്പിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും കോളുകളും തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോം ചക്ഷു. 2023 UN സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക ഇന്ത്യയുടെ സ്ഥാനം 112. 2024 ഫെബ്രുവരിയിൽ റഷ്യ വിക്ഷേപിച്ച ഇമേജിംഗ് ഉപഗ്രഹം പാർസ് 1 ഏത് രാജ്യത്തിൻ്റെതാണ്? ഇറാൻ. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ഐറിസ്. NBA-യിൽ 40,000 പോയിന്റ് നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ലെബ്രോൺ ജെയിംസ്. മാർച്ച് 5 രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പറ്റ്ന. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് പ്രൊഫസർ MK സാനു. അടുത്തിടെ അന്തരിച്ച കാനഡയുടെ മുൻ പ്രധാനമന്ത്രി ബ്രയാൻ മൽറോണി. അടുത്തിടെ ബംഗാൾ ഒഡീഷ തീരത്തുനിന്നും കണ്ടെത്തിയ ഹെഡ് ഷീൽഡ് കടൽ സ്ലഗിനെ ആരുടെ പേരിലാണ് നാമകരണം ചെയ്തത്? ദ്രൗപദി മുർമു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പ് ഹരിതമിത്രം. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളി പ്രൊഫസർ TN സതീശൻ.
2024 റൈമൻ റോളണ്ട് ബുക്ക് പ്രൈസ് ജേതാവ് പങ്കജ് കുമാർ ചാറ്റർജി. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പ് ഹജ്ജ് സുവിധ ആപ്പ്. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന 2024 കിസ് ഹ്യൂമാനിറ്റേറിയ പുരസ്കാരം നേടിയത് ബിൽ ഗേറ്റ്സ്. മാർച്ച് 6 സംസ്ഥാനത്ത് ശൈശവിവാഹം നടക്കുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് കൊൽക്കത്ത. സംസ്ഥാനത്ത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചി. ലോകത്തെ സമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ജെഫ് ബെസോസ്. 7ാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന്റെ വേദി ന്യൂഡൽഹി. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിക്ക് ബദലായി കേരള സർക്കാർ വിതരണം ചെയ്യുന്ന അരി ശബരി കെ റൈസ്. അടുത്തിടെ യൂറോപ്യൻ യൂണിയൻ 150 കോടി യൂറോ പിഴയിട്ട കമ്പനി ആപ്പിൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫ്. അടുത്തിടെ കരിയറിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച സായ് പ്രണീത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. മാർച്ച് 7 മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗരകേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ക്വിക്ക് സെർവ്. അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ഗാരി കാസ്പറോവ്. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഓവർലോഡ്. 2024 മാർച്ചിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഷഹബാസ് നദീം ഏത് രാജ്യത്തിന്റെ താരമാണ്? ഇന്ത്യ. സംസ്ഥാന സർക്കാരിന്റെ OTT പ്ലാറ്റ്ഫോം സി സ്പേസ്. ഇന്ത്യയിൽ ഗതാഗത മേഖലയിൽ ആദ്യമായി പോർട്ട് ടാക്സി സംവിധാനം ആരംഭിക്കുന്ന നഗരം മുംബൈ. 2023-24 സാമ്പത്തിക വർഷത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിക്കുള്ള കേരള വനിതാ കമ്മീഷന്റെ പുരസ്കാരം ലഭിച്ചത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്. ഗണിതശാസ്ത്രത്തിൽ ലോകത്തിന് ഇന്ത്യയുടെ തനത് സംഭാവന അർപ്പിച്ച സംഗമഗ്രാമ മാധവിന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം ഒരുക്കുന്നതെവിടെ? കല്ലേറ്റുംകര. വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ബൗളറായി ദക്ഷിണാഫ്രിക്കൻ പേസർ ഷബനീം ഇസ്മായിൽ. മാർച്ച് 8 ലോക വനിതാ ദിനം. സംസ്ഥാനത്തെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് ചേർത്തല. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി നേർവഴി. മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം ലഭ്യമാക്കാൻ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പും CSEയും സംയുക്തമായി ആരംഭിച്ച ആപ്പ് ടെലിലോ. കേരളത്തിലെ ആദ്യ AI അധ്യാപികയെ പരിചയപ്പെടുത്തിയ സ്കൂൾ ഏത്? KTCT ഹയർ സെക്കൻഡറി സ്കൂൾ. അരുണാചൽ പ്രദേശിലെ 26ാമത്തെ ജില്ല കെയ് പനയോർ. 2024 ഇറാസ്മസ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാവ് ഘോഷ്. ഇസ ഫൗണ്ടേഷന്റെ സ്ത്രീരത്ന ദേശീയ പുരസ്കാരത്തിന് അർഹയായത് ടെസ്സി തോമസ്. അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്കായി പോരാട്ടം നടത്തുന്ന പെൺകൂട്ട് സംഘടനയുടെ അമരക്കാരി വിജി പെൺകൂട്ട്. കന്യാകുമാരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ വൈസ് ചാൻസലറായത് ഡോക്ടർ ടെസ്സി തോമസ്. മാർച്ച് 9 രാജ്യത്താദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ജാർഖണ്ഡ്. DRDO നിർമ്മിച്ച നാവികസേനയ്ക്കുള്ള ചെറുനിരീക്ഷണ അന്തർവാഹിനി ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ. മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതാബായ രാജപക്സെയുടെ ആത്മകഥ ദി കോൺസ്പിറൻസി ടു ഔസ്റ്റ് മീ ഫ്രം ദി പ്രസിഡൻസി. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ആരംഭിക്കുന്നത് ഏത് വർഷത്തോടു കൂടിയാണ്? 2026. ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസം സീ ഡിഫൻഡേഴ്സ്. നാറ്റോയിലെ 32ാമത് അംഗരാജ്യം സ്വീഡൻ. നിലവിലെ കൊച്ചി മെട്രോ സ്റ്റേഷനുകളുടെ എണ്ണം 25. 2024 മാർച്ച് 8 രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രശസ്ത എഴുത്തുകാരി സുധാ മൂർത്തി. ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 1000 റൺസ് തികയ്ക്കുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ യശസ്വി ജയ്സ്വാൾ. മാർച്ച് 10 CISF ദിനം.
പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി. ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമ ആക്ഷൻ ഹീറോ ബിജു 2. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപാത തുരങ്കം സെല തുരങ്കം. 71ാമത് മിസ് വേൾഡ് ജേതാവ് ക്രിസ്റ്റീന പിഷ്കോവ. 5ാം പനി റുബെല്ല രോഗങ്ങൾ തടയുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് മീസിൽസ് ആൻഡ് റുബെല്ല പാർട്ണർഷിപ്പ് ചാമ്പ്യൻ അവാർഡ് ലഭിച്ചത് ഇന്ത്യ. അടുത്തിടെ അന്തരിച്ച ജനപ്രിയ ജാപ്പനീസ് കോമിക് സീരീസായ ഡ്രാഗൺ ബോളിന്റെ സൃഷ്ടാവ് അകിറ ടോറിയാമ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റ് ക്ലബിൽ ഇടം നേടുന്ന ആദ്യ പേസ് ബോളർ ജെയിംസ് ആൻഡേഴ്സൺ. 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ സർവീസസ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരം രവിചന്ദ്ര അശ്വിൻ. മാർച്ച് 11 കോമൺവെൽത്ത് ദിനം. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം സൗദി അറേബ്യ. പട്ടികജാതി ദേശീയ കമ്മീഷൻ അധ്യക്ഷൻ കിഷോർ മക്വാന. 96ാമത്തെ ഓസ്കാറിലെ മികച്ച നടൻ കിലിയൻ മർഫി. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് സാത്വിക് സായുരാജ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കെ രാജിവെച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ. 2024 മാർച്ചിലെ റിപ്പോർട്ട് പ്രകാരം ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 82. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച മലയാള നടൻ ടൊവിനോ തോമസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഇൻസ്റ്റഗ്രാം. അരുണാചൽ പ്രദേശിലെ 27ാമത് ജില്ല ബീച്ചോങ്. മാർച്ച് 12 ലോക ഗ്ലോക്കോമ ദിനം. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ അഗ്നി 5. 65ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കോഴിക്കോട്. 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. രാജ്യത്തെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ. 2024 മാർച്ച് പ്രകാരം ICC ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും ഒന്നാമതുള്ള രാജ്യം ഇന്ത്യ. ടി പത്മനാഭന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമ നളിനകാന്തി. സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകളെ സഹായിക്കാനുള്ള പദ്ധതി. സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകുക, അതവർക്കൊരു ₹1,00,000 സമ്പാദിക്കുവാനുള്ള പദ്ധതി ലഖ്പതി ദീദി. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് KG ജ്യോതിർഘോഷ്. മാർച്ച് 13 പുകവലി വിമുക്ത ദിനം. പത്രവായനയ്ക്കും പുസ്തക വായനയ്ക്കുമായി സ്കൂളുകളിൽ പ്രത്യേക പിരീഡ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം കേരളം. 2024 മാർച്ചിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി AS രാജീവ്. അടുത്തിടെ രാജിവെച്ച ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖഡർ. യൂറോപ്പിൽ ആഗമനം പടർന്നു പിടിച്ച തത്തകളിൽ നിന്നും പകരുന്ന രോഗം സിറ്റാകോസിസ്. മിഷൻ ദിവ്യാസ്ത്ര ദൗത്യം നയിച്ച മലയാളി ശാസ്ത്രജ്ഞ ഷീന റാണി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരം മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ PK രാധാമണി. മെന്റൽ സ്റ്റേറ്റ് ഓഫ് വേൾഡ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ അസന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 11. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഫെബ്രുവരി മാസത്തെ മികച്ച കളിക്കാരനായത് യശസ്വി ജയ്സ്വാൾ. മാർച്ച് 14 പൈ ദിനം. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി നായിബ് സൈനി. സായുധ കലാപത്തെ തുടർന്ന് രാജിവെച്ച ഹേതി പ്രധാനമന്ത്രി ഏരിയൽ ഹെൻറി. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയത്? മഹാരാഷ്ട്ര. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി നമോ ഡ്രോൺ ദീദി. അടുത്തിടെ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് സൈന്യത്തെ പിൻവലിച്ചത്? മാലിദ്വീപ്. അരനൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് 2024 ഏപ്രിൽ 8. 2023 മാധവ മുദ്ര പുരസ്കാരം നേടിയത് R രാമചന്ദ്ര നായർ. 2024 മാർച്ചിൽ ICC ടെസ്റ്റ് ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം
മുഷീർ ഖാൻ 19 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം. 2024 മാർച്ചിൽ CBSEയുടെ ചെയർമാനായി നിയമിതനായത് രാഹുൽ സിംഗ്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത് മഞ്ഞുമ്മൽ ബോയ്സ്. അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ വേദി വാഗമൺ. പൊതു ഇടങ്ങളിലെ 3000 മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളെ ശുചീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇടങ്ങളാക്കി മാറ്റിയ പദ്ധതി സ്നേഹാരാമം. 2024 മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച് ജപ്പാന്റെ സ്വകാര്യ റോക്കറ്റ് കെയ്റോസ്. 2024 മാർച്ചിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗം ലൈം രോഗം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദി USA. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി PM സൂരജ്. പച്ചപ്പാനന്ദത്ത എന്ന ബാലകവിതാ സമാഹാരത്തിന്റെ രചയിതാവ് മടവൂർ സുരേന്ദ്രൻ. മാർച്ച് 16 ദേശീയ വാക്സിൻ ദിനം. പലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പുറത്തിറക്കിയ 2022 ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 108. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് ഡൽഹി ക്യാൻഡിൽ നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൗസേന ഭവൻ. UNDP പുറത്തിറക്കിയ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ജനറേഷൻ റീസ്റ്റോറേഷൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരം കൊച്ചി. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹം ബാൾട്ടോസാറ്റ്. UNDP പുറത്തിറക്കിയ 2022 മാനവികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡ്. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് 2024 ഏപ്രിൽ 26. മാർച്ച് 17 പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാൻ നവനീത് കുമാർ സെഹാൾ. രാജ്യത്തെ ഏതെങ്കിലും ഒരു വിധത്തിൽ കുറ്റകൃത്യം ചെയ്തു മുങ്ങുന്നവരെ കണ്ടെത്താനുള്ള സംവിധാനം നഫിസ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ അതിദാരിദ്ര്യ രാജ്യങ്ങളിൽ ഒന്നാമത് ദക്ഷിണ സുഡാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്സ് ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം സിഡാക്. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം തിരുവനന്തപുരം. 2025-29 ഫിഫ അണ്ടർ-17 ലോകകപ്പ് പതിപ്പുകൾക്ക് വേദിയാകുന്നത് ഖത്തർ. സ്റ്റോപ്പ് ക്ലോക്ക് സംവിധാനം ഏത് കായിക ഇനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റ്. 2024 മാർച്ചിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഹെയ്തി. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ S. ഫെയ്സി. മാർച്ച് 18 ഓർഡിനൻസ് ഫാക്ടറി ദിനം. 33ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ പ്രഭാവർമ്മ. പോക്സോ നിയമത്തെക്കുറിച്ച് നിയമവകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വചിത്രം മാറ്റൊലി. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സക്കറിയ. പ്രേം നസീർ സുഹൃത്ത് സമൃദ്ധി 2024 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലാലു അലക്സ്. 2024 7ാമത് അന്താരാഷ്ട്ര സുഗന്ധവിജ്ഞാന സമ്മേളനത്തിന്റെ വേദി ഗുഡ്ഗാവ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേ സ്റ്റേഷൻ. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമ ഇതുവരെ. പ്രഥമ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയായത് ദാദോജി കൊണ്ടദേവ് സ്റ്റേഡിയം താനെ. 2024 രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. മാർച്ച് 19 ലോക സോഷ്യൽ വർക്ക് ദിനം. 2024 മാർച്ചിൽ അന്തരിച്ച മനുഷ്യരും കുരങ്ങുകളും ഉൾപ്പെടുന്ന പ്രൈമേറ്റുകളെക്കുറിച്ച് ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നടത്തിയ ശാസ്ത്രജ്ഞൻ ഫ്രാൻസ് ഡി വാൾ. 7ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് VG തമ്പി. സുഗന്ധജീവിതം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് വിജു ജേക്കബ്. ലോകത്തിലെ ഏറ്റവും മികച്ച 10 കമാൻഡോ വിഭാഗങ്ങളിലൊന്നായ ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ ഫോഴ്സ് മാർക്കോസ്. 2024 മാർച്ചിൽ പൊട്ടിത്തെറിച്ച റെയ്ക്കാനസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലാൻഡ്. റഷ്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് വ്ളാഡിമിർ പുടിൻ.
200 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ്. 2024 മാർച്ചിൽ നിലവിൽ വന്ന സംസ്ഥാന കള്ള വ്യവസായ വികസന ബോർഡിന്റെ പ്രഥമ ചെയർമാൻ UP ജോസഫ്. 2024 മാർച്ചിൽ നടന്ന പ്രഥമ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്ത. മാർച്ച് 20 ലോക കുരുവി ദിനം. 2024 മാർച്ചിൽ രാജിവെച്ച തെലുങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ എവിടെയാണ് ആരംഭിച്ചത്? ന്യൂഡൽഹി. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അറിയിക്കാനുള്ള ആപ്ലിക്കേഷൻ സി വിജിൽ ആപ്പ്. ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട രാജ്യതലസ്ഥാനം ഡൽഹി. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ CEO ശ്രീകുമാർ K. നായർ. കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്ന ഈസ്നോഫിലിക് മെനിഞ്ചൈറ്റിസ് രോഗം പടർത്തുന്നത് ഒച്ച്. 2024 മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി പശുപതി കുമാർ പരസ്. ടേബിൾ ടെന്നീസിൽ ടോപ്പ് 50 റാങ്കിനകത്ത് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ അജന്ത ശരത് കമൽ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ക്ലീൻ ബൗൾഡിലൂടെ ഏറ്റവും അധികം വിക്കറ്റ് നേടുന്ന താരം റാഷിദ് ഖാൻ. മാർച്ച് 21 ലോക വനദിനം. ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടമായ രാജ്യം എന്ന പദവി തുടർച്ചയായി 7ാം തവണയും നേടിയത് ഫിൻലാൻഡ്. ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. സാറ ജോസഫ് കുട്ടികൾക്കായി രചിച്ച നോവൽ ലില്യപ്പ. ChatGPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഗ്രോക്ക്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ. ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് ഗാർഡനായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗർ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം പതിപ്പ് ആരംഭിക്കുന്നതിന് 2024 മാർച്ച് 22. 2024 മാർച്ചിൽ ഐസ്ലാൻഡിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം റെയ്ക്യാനസ്. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം നേടിയത് TM കൃഷ്ണ. മാർച്ച് 22 ലോക ജലദിനം. ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള അറബ് രാജ്യം കുവൈത്ത്. ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാവുന്ന ആത്മഹത്യക്ക് പ്രതിരോധം തീർക്കാൻ IMA നടപ്പാക്കുന്ന പദ്ധതി ഹെൽപ്പിംഗ് ഹാൻഡ്സ്. കേരളത്തിലെ ആഴക്കടലിൽ നിന്നും കണ്ടെത്തിയ പുതിയിനം ജീവി ബ്രിസ്തോവ ഇസ്രോ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന എലോൺ മസ്ക് ആവിഷ്കരിച്ച വിഷൻ ചിപ്പ് പദ്ധതി ബ്ലൈൻഡ് സൈറ്റ്. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന പരേഡിൽ പങ്കെടുക്കുന്നതിൽ നിന്നും രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി വിലക്കിയ രാജ്യങ്ങൾ റഷ്യ, ബെലാറസ്. ലോക ഹാപ്പിനെസ് വാർഷിക റിപ്പോർട്ട് പ്രകാരം പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്സ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? കേരളം. പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തുന്ന ടേബിൾ ടെന്നീസ് താരം അജന്ത ശരത് കമാൽ. IPL 17ാം സീസൺ ഉദ്ഘാടന മത്സരത്തിന്റെ വേദി MA ചിദംബരം സ്റ്റേഡിയം, ചെന്നൈ. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റ് അഗ്നിബാൺ. ലോകത്താദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക ആദ്യമായി മനുഷ്യനിൽ വച്ച് പിടിപ്പിച്ചത് അമേരിക്ക. അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പ് സാക്ഷം. ഭൂമിയിലെ ഏറ്റവും വിദൂര പ്രദേശം എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോയിൽ ആദ്യം എത്തുന്നയാൾ ക്രിസ് ബ്രൗൺ. 2024 തോമസ് കപ്പ് വേദി ചൈന. 2024 പ്രൈം വോളിബോൾ ലീഗ് കിരീടം നേടിയത് കാലിക്കറ്റ് ഹീറോസ്. അടുത്തിടെ ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ച ഇന്ത്യക്കാരൻ നരേന്ദ്രമോദി. 2020 12,000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ശ്വാസകോശാർബുദത്തിനെതിരെ ലങ് വാക്സ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ബ്രിട്ടൻ. ലോകത്തെ ആദ്യ CNG ബൈക്ക് അവതരിപ്പിക്കുന്നത് ബജാജ്. ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ ഇന്ദ്രാവതി. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം പുഷ്പക്.
UN ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ ആദ്യ ആണവോർജ ഉച്ചകോടി വേദിയായത് ബ്രസൽസ്, ബെൽജിയം. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ KK ഗീതാകുമാരി. 2024 മാർച്ചിൽ പുറത്തിറങ്ങിയ RBI റിപ്പോർട്ട് പ്രകാരം 2021-24 കാലയളവിലെ ഇന്ത്യയുടെ ശരാശരി വളർച്ചാ ശതമാനം 8%. അടുത്തിടെ ഡിസ്പോസിബിൾ സിഗരറ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലൻഡ്. മാർച്ച് 25. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീൽ. ഇളയരാജയുടെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങുന്ന ചിത്രത്തിൽ ഇളയരാജയായി വേഷമിടുന്നത് ധനുഷ്. ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയായി മാറിയത് എറണാകുളം. സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് തുറവൂർ. ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ശരണബാല്യം. മലയാളിയായ വിജയ് ഉണ്ണി സുരേഷ് ഏത് രാജ്യത്തിന്റെ ദേശീയ ക്രിക്കറ്റ് താരമാണ്? മലേഷ്യ. 2024 മാർച്ചിൽ അന്തരിച്ച കഥാകൃത്തും നോവലിസ്റ്റുമായ വ്യക്തി TN പ്രകാശ്. റെയിൽവേ സ്റ്റേഷനുകളിൽ അനുദിനം വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ റെയിൽവേ പോലീസിനുള്ള ആപ്പ് റെയിൽ മൈത്രി. 2024 ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത് കാർലോസ് സെയിൻസ്. 2023-24 വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയത് ഒഡീഷ FC. മാർച്ച് 26 ലോക അപസ്മാര ബോധവൽക്കരണ ദിനം. അയർലൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് സൈമൺ ഹാരിസ്. ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് റിയാദ്. 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിൻ MT-Bivak. 2024 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് മേഗൻ. ഇന്ത്യൻ സ്റ്റീൽ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് നവീൻ ജിൻഡാൽ. അടുത്തിടെ ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയൽ അണുബാധ രോഗം സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം. 2024 മാർച്ചിൽ വീഡിയോ ആപ്ലിക്കേഷനായ ടിക്ടോക്ക് ദേശീയ സുരക്ഷയ്ക്കുള്ള ഗുരുതര ഭീഷണിയായി പ്രഖ്യാപിച്ച രാജ്യം തായ്വാൻ. അടുത്തിടെ ഒട്ടനവധി ആളുകൾ കൊല്ലപ്പെട്ട IS ആക്രമണം നടന്ന റഷ്യൻ നഗരം മോസ്കോ. ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകൻ ഇഗോർ സ്റ്റിമാച്ച്. മാർച്ച് 27 ലോക നാടക ദിനം. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ലയായത് കണ്ണൂർ. താങ്ങും തണലുമില്ലാത്തവർക്ക് കൈത്താങ്ങാകുന്ന കുടുംബശ്രീയുടെ സാന്ത്വന പരിചരണ പദ്ധതി K4Care. MTയുടെ സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കി ഡോക്ടർ KP സുധീർ എഴുതിയ പുസ്തകം MT ഏകാകിതയുടെ വിസ്മയം. ഏഷ്യയിൽ ഏറ്റവും അധികം ശതകോടീശ്വരന്മാരുള്ള നഗരമായി മാറിയത് മുംബൈ. 2024 മാർച്ചിൽ കപ്പലിടിച്ച് തകർന്ന ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം ഏത് രാജ്യത്താണ്? അമേരിക്ക. 2024 ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായതെന്ന്? 2024 മാർച്ച് 25. 2024 50ാമത് G7 ഉച്ചകോടി വേദി ഇറ്റലി. ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം പന്തോയ് ചാനു. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്ക. മാർച്ച് 28 ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് LIC. 2024 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ കലാകാരനും ശില്പിയുമായ വ്യക്തി റിച്ചാർഡ് സെറ. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ത്രിദിന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദി വർക്കല ഇടവ ബീച്ച്. 2024 ആബേൽ പുരസ്കാരം സ്വന്തമാക്കിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ മിഷേൽ ടലഗ്രന്റ്. ഏപ്രിൽ 1 മുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ തൊഴിലുറപ്പ് വേതനം 346 രൂപ. ദേശീയ അന്വേഷണ ഏജൻസി NIA പുതിയ മേധാവിയായി ആഭ്യന്തര മന്ത്രാലയം സദാനന്ദ് വാസന്തത്ത്. ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ.
2024 മാർച്ചിൽ UPSC ഡയറക്ടറായി നിയമിച്ചത് ആരെ? ഹൻഷാം മിശ്ര. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ പടുത്തുയർത്തിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. മാർച്ച് 29 ലോക പിയാനോ ദിനം. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ പ്രമേയമാക്കി പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബ്ലസ്സി. ഷോണിമ, സ്വർണ എന്നിവ ഏത് കർഷക വിളയുടെ സങ്കര ഇനമാണ്? തണ്ണിമത്തൻ. 2024 മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ദവലൂരി. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് V. അനന്തനാഗേശ്വരൻ. ശൈശവവിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി പൊൻവാക്ക്. 2020 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറികൾ തികച്ച ആദ്യ ഇന്ത്യൻ താരവും ലോക ക്രിക്കറ്റിലെ മൂന്നാമത്തെ താരമായതും ആരാണ്? വിരാട് കോഹ്ലി. IPL ചരിത്രത്തിൽ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺ വഴങ്ങുന്ന താരമായത് ക്വനാമപാക്ക. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ വിജയ് ഛേത്രി. രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ അത്ലീറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷ്. മാർച്ച് 30 ലോക ബൈപോളാർ അവസ്ഥാ ദിനം. കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ V. നാഗ്ദാസ്. 2024 മാർച്ചിൽ അന്തരിച്ച ലോകപ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും 2002 സാമ്പത്തിക നോബൽ ജേതാവുമായ വ്യക്തി ഡാനിയൽ കാനിമാൻ. US പ്രഥമ വനിത ജിൽ ബൈഡനും എഴുത്തുകാരി അലിസ സാറ്റിൻ കപ്പുസില്ലിയും ചേർന്നെഴുതുന്ന കുട്ടികൾക്കുള്ള പുസ്തകം വില്ലോ ദ വൈറ്റ് ഹൗസ് ക്യാറ്റ്. UN ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചത് ആരെയാണ്? കമൽ കിഷോർ. ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രകടനത്തിനായി ബംഗാളിൽ CPM അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരക സമത. തുടർച്ചയായി 5ാം വർഷവും ICC അമ്പയർമാരുടെ ഐലറ്റ് പാനലിൽ ഉൾപ്പെട്ടത് നിതിൻ മേനോൻ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച വിമാനം തേജസ് മാർക്ക് 1. കർണാടകയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി ശക്തി. മാർച്ച് 31 ലോക വിവരശേഖര സുരക്ഷിതത്വ ദിനം. 2024 മാർച്ചിൽ അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടൻ ഡാനിയൽ ബാലാജി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതി കാസ്പ്. പുനയൂർക്കളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് KR മീര. വിക്രം 1 റോക്കറ്റിന്റെ 2ാം ഘട്ട പരീക്ഷണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വിജയകരമായി നടന്നത് 2024 മാർച്ച് 27. 2024 ഫെബ്രുവരിയിൽ ആമസോൺ മഴക്കാടുകളിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് അനജൂലിയ നോർത്തേൺ ഗ്രീൻ അനാക്കോണ്ട. 2024 100ാം വാർഷികം ആഘോഷിക്കുന്ന ആദ്യകാല സഞ്ചാര സ്വതന്ത്ര സമരം വൈക്കം സത്യാഗ്രഹം. പങ്കാളിയെ ഭൂതം, പിശാച് എന്നൊക്കെ വിളിക്കുന്നത് ക്രൂരതയായി കണക്കാക്കാനാവില്ലെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച കോടതി പട്ന ഹൈക്കോടതി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന പരിസ്ഥിതി സംഘടന ചിപ്കോ പ്രസ്ഥാനം. I-ലീഗ് ഫുട്ബോളിന്റെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഇന്ത്യൻ കളിക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ലാരിൻസുവാല ലാൽ.